സത്യം നമ്മൾ വിചാരിക്കണ ആളല്ല ക്ലീറ്റോ ചേട്ടൻ. എവിടെ ചെന്നാലും ക്ലീറ്റോ ചേട്ടനെ പിടിയാ. ഈ ഹൗസ് ബ്യൂട്ടീഷ്യനകത്ത് മച്ചം വെച്ച് പൈസ ഉണ്ടാക്കും അല്ലേ? ഇപ്പൊ തന്നെ ഒരു കെട്ട് നോട്ടെടുത്ത് കൊടുത്തു, അഡ്വാൻസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കും കിട്ടി 500 രൂപ. എനിക്കൊരു പേടി എന്നറിയാം, ഇനി ഗൾഫിലെങ്ങാനും പോകണ്ടെന്ന് പറയുമ്പോ റോസ് ചേച്ചി എന്ത് പറയുമെന്ന്. അവർക്ക് ഞാൻ ഗൾഫിലായാലും പാകിസ്ഥാനിലായാലും ഇവിടെ ആയാലും പൈസ പോരെ, അത് മതി. കൃത്യമായിട്ട് പൈസ അയച്ചു കൊടുക്കും. കൃത്യമായിട്ട് കൊടുത്തേക്കണം. പിന്നെ അഥവാ വല്ല ഉടക്കലയിലേക്ക് വരുന്ന ലില്ലിപ്പെണ്ണ് കാര്യമായിട്ട് എന്നെ സപ്പോർട്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ സെറ്റപ്പൊക്കെ മാറ്റണമെന്ന്. ആ വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കണം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്നത്. ആ ഓണറും അവിടെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ എന്തോ ഇംപ്രസ് എക്സ്പ്രസ് എന്തോ കാണുമ്പോൾ ഒരു ഇത് തോന്നണമെന്ന്. എന്തോ അതിന് പറയുന്നത് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഇംപ്രസ് തോന്നിക്കണമെന്ന് പറഞ്ഞു. ചേട്ടത്തി വരുന്നു. ഹൗസ് ബ്യൂട്ടീഷ്യൻ. പിന്നെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. നല്ല ഒരു ഹൗസ് ബ്യൂട്ടീഷ്യനായിട്ട് തോന്നില്ലേ? വയറ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ? നിനക്കതൊരു അഴകാണ്. ശരി. ഇത് വെള്ളവേ പിന്നില്ലേ, ഇത് തിന്നോണ്ടിരിക്കരുത്. പണിയെടുക്കാൻ പോയ പണിയെടുക്കണം. ഇത് ഞാൻ വിജയം കഴിയും. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് മുട്ടിന്റെയോ എന്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്ക്. അവര് കാണിച്ചു തരുന്നത് കേട്ടാ. പൈസ തന്നിട്ടുണ്ടല്ല, അവിടെ നേർച്ച ഇട്ടിട്ട് പോകും. റൊണാൾഡോ ബ്യൂട്ടീഷ്യൻ. നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാടാ, നീ ശരിയാക്കുവാണെങ്കിൽ. വേണ്ട, എനിക്ക് അവിടെ എല്ലാം പോണം. അവൻ എന്ന് ഏൽപ്പിച്ചേക്കണ വർക്ക് മടി പിന്നെ പണ്ട് അതൊക്കെ ഇതിലോട്ട് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറും. പൈസ കിട്ടിക്കൊണ്ട് തുടങ്ങി കഴിയുമ്പോൾ മാറും. അവനിപ്പോൾ ഞാൻ ആദ്യം സൂപ്പർവൈസർ ആക്കിയിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു പണികളാ. ഇപ്പൊ നല്ല ഇൻട്രസ്റ്റാ. ദേ വരുന്നു. റൊണാൾഡേ, വർക്ക് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണ്ടേ? പേയ്മെന്റ് എല്ലാം സെറ്റിൽ ചെയ്യണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളെല്ലാം മനുഷ്യ കണ്ടേ രൂപ കൂടി വെച്ച പുണ്യാളെ പോലല്ലേ എന്നെ ആ സൈറ്റിൽ കൊണ്ടിട്ട് എന്താ പഠിക്കാൻ പറഞ്ഞു വിട്ടോ അവിടുന്ന്? എന്താ ഇപ്പൊ കുഴപ്പം? ബ്യൂട്ടി പാർലറിലായിരുന്നില്ലേ? ബ്യൂട്ടി പാർലർ ഇങ്ങനെ പറഞ്ഞ ഹൗസ് ബ്യൂട്ടീഷ്യൻ പണി എന്താണെന്നറിയാമോ? വീടിന്റെ പെയിന്റിങ്. ഇങ്ങനെ അവിടെ നിർത്തിയേക്കുന്ന ബ്യൂട്ടീഷ്യന്മാര് പെയിന്റർമാര് അറിയാവോ? വീട് പെയിന്റിങ്ങാ? അതിനെ കൊണ്ടുപോയത്. വീട്ടിൽ പോയിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന പരിപാടിയല്ലേ? എന്നാലും ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. ഹൗസ് ബ്യൂട്ടീഷ്യൻ. ഹൗസ് ബ്യൂട്ടീഷ്യൻ. ഹൗസ് ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ 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 വീട് വൃത്തിയാക്കുക. ആദ്യമേ പെയിന്റർ ആണെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ പോകത്തില്ല. എടാ, നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? ഇപ്പൊ ന്യൂ ജനറേഷനാണ്. അങ്ങനെ എല്ലാത്തിനും മാറ്റം വന്നു. അപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ അതിനൊരു പുതിയ പേരിട്ടു, ഹൗസ് ബ്യൂട്ടീഷ്യൻ. ഈ മാറ്റം വരുത്തപ്പോ എന്റെ അടുത്തൊന്നും പറയണ്ടായിരുന്നോ? എന്റെ ലില്ലിപ്പെണ്ണ ഞാൻ ആ വീട്ടിൽ ചെന്നു കുറെ ചേട്ടന്മാര് വന്നു. അവര് വന്ന ഡ്രസ്സൊക്കെ മാറി പെയിന്റ് വാട്ടം എടുത്ത് പെയിന്റ് ഒക്കെ എടുത്ത് കലക്കി. ഞാൻ ചോദിച്ചു ഇതെന്തോ ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞ പറയാ പെയിന്റിങ് പണിയാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് എന്തുവാ, സൈറ്റ് സൂപ്പർവൈസർ എന്നല്ലേ. ഞാനെങ്കിൽ അത് നോക്കിക്കാന്നും പറഞ്ഞ് കൈയും കെട്ടി ഇങ്ങനെ ഇവര് പെയിന്റ് ചെയ്യുന്നതല്ല നോക്കിയിരുന്നപ്പം ആ വീടിന്റെ ഓണർ വന്നിട്ട് പറയാ നിന്നെ ഇവിടെ പണിക്കാ വിളിച്ചേക്കുന്ന പറഞ്ഞ് പട്ടിക്കൂട്ടിൽ വെളിക്കെടുത്ത് കൂടെ കൈയിൽ എടുത്ത് തന്നിട്ട് 1 കിലോമീറ്റർ മതിൽ മൊത്തം പാലിയാ തെച്ചു കളിച്ചു. ശരി, ജോലി ചെയ്യാണ്ട് നീ പെയിന്റ് പണി എനിക്ക് കൊണകാവളെ ചെയ്താൽ പോരെ. എന്റെ കൂട്ടുകാർ എത്ര പേര് ചെയ്യുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ പോലും. ഇതിനു വേണ്ടിയാണ് ആ ഗൾഫിലെ നല്ല ജോലി കളഞ്ഞത്. എടാ, നീ പെട്ടെന്ന് ജെറാൾഡിനെ വിളിച്ചു പറ അങ്ങോട്ട് വരികയാണെന്ന്. അതിന് നടക്കത്തില്ല അങ്ങ് ചേട്ടത്തി. അവൻ വിസയുടെ കാര്യം ചെല്ലുന്ന ഡേറ്റ് പറയാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഇവിടുന്ന് 36,000 കിട്ടല്ലോ എന്ന് പറഞ്ഞ കടത്ത് ഞാൻ അവൻ്റെ അടുത്ത് ചാടാൻ പറഞ്ഞ് അവരോട് ചീത്ത വിളിയായി. ഇനി അവൻ എനിക്ക് ഒപ്പിച്ചു തരൂ. ഇത് പെയിന്റ് മേടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വന്നേലോ. 36,000 രൂപ അത് കൊടുക്കും ഞാൻ. എന്നാ പിന്നെ അവനോട് പെയിന്റ് പണിയാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അവന് മോഡേൺ അല്ലാത്തത് എന്റെ കുഴപ്പം. ഹലോ, അതെ, ഹൗസ് ബ്യൂട്ടീഷ്യൻ പ്രൊപ്പറേറ്റർ ക്ലീറ്റസ് മത്തായി.